കേബിൾ ടി.വി. ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കൺവെൻഷൻ 3 മേഖലകളിലായി നടക്കും. ആദ്യ കൺവെൻഷൻ 19-ന് പുതിയതെരു മാഗ്നറ്റ് ഹോട്ടൽ നടക്കും. കേബിൾ ടി.വി. ഇന്റർനെറ്റ് മേഖലയിൽ നിരക്ക് നിയന്ത്രണത്തിൽ അടക്കം ജനകീയ ഇടപെടൽ നടത്താൻ സിഒഎക്ക് കഴിഞ്ഞിട്ടുണ്ട്. സോളാർ ടൂറിസം അടക്കം മറ്റ് മേഖലകളിലേക്കും അസോസിയേഷന്റെ പ്രവർത്തനം വ്യാപിപ്പിച്ചതായി ജില്ലാ സെക്രട്ടറി എം.ആർ. രജീഷ് കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കേബിൾ ടി.വി. മേഖലയിൽ നിന്ന് തുടങ്ങി വൈവിധ്യവൽക്കരണത്തിലൂടെ രാജ്യത്തെ തന്നെ വൻകിട കമ്പനികളുടെ ഗണത്തിലേക്ക് കേരള വിഷനെ പടുത്തുയർത്തിയതിന്റെ കരുത്തുമായാണ് കേബിൾ ടി.വി. ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കൺവെൻഷനുകളിലേക്ക് കടക്കുന്നത്. മുഴുവൻ കേബിൾ ടി.വി. ഓപ്പറേറ്റർമാരെയും ഉൾക്കൊള്ളുക എന്ന ലക്ഷ്യത്തോടെ 3 മേഖലകളായി തിരിച്ചാണ് കണ്ണൂർ ജില്ലാ കൺവെൻഷനുകൾ നടക്കുകയെന്ന് ജില്ലാ സെക്രട്ടറി എം.ആർ. രജീഷ് പറഞ്ഞു. ആദ്യ കൺവെൻഷൻ 19-ന് പുതിയതെരു മാഗ്നറ്റ് ഹോട്ടലിൽ നടക്കും. സംസ്ഥാന ജനറൽ സെക്രട്ടറി പി.ബി. സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്യും. 22-ന് പയ്യന്നൂരിലും 25-ന് തലശ്ശേരിയിലും നോർത്ത് സൗത്ത് മേഖലാ കൺവെൻഷനുകൾ നടക്കുമെന്നും എം.ആർ. രജീഷ് പറഞ്ഞു. ഫെബ്രുവരി 19, 22, 25 തീയതികളിലായിട്ടാണ് ഈ കൺവെൻഷനുകൾ നടക്കുന്നത്. അതിൽ 19ാമത്തെ കൺവെൻഷനാണ് പുതിയൊരു മാഗ്നറ്റ് ഹോട്ടലിൽ വെച്ചിട്ടാണ് കൺവെൻഷൻ നടക്കുന്നത്. ഈ കൺവെൻഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി.ബി. സുരേഷാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. കൺവെൻഷനിൽ നമ്മുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള കെ. വിജയകൃഷ്ണൻ, ബ്രിജേഷ് അച്ചാണ്ടി, രാജൻ കെ.വി., KCCLന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ, കേരള വിഷന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ടുള്ള അനിൽ മംഗലത്ത് എന്നിവർ പങ്കെടുക്കും. ജില്ലാ പ്രസിഡന്റ് ജയകൃഷ്ണൻ അധ്യക്ഷത വഹിക്കും. കൺവെൻഷനിൽ സംഘടനാ റിപ്പോർട്ട് ജില്ലാ സെക്രട്ടറി എം.ആർ. രജീഷ് അവതരിപ്പിക്കും. സാമ്പത്തിക റിപ്പോർട്ട് ജില്ലാ ട്രഷറർ എ.വി. ശശികുമാർ അവതരിപ്പിക്കും. തുടർന്ന് 22-ാം തീയതി പയ്യന്നൂർ വെച്ചും 25-ാം തീയതി തലശ്ശേരി വെച്ചും ഈ കൺവെൻഷൻ നടത്തി കൺവെൻഷൻ പൂർത്തീകരിക്കും. ഇന്റർനെറ്റ് മേഖലയിൽ കേരള വിഷൻ ശക്തമായ സാന്നിധ്യമായി നിൽക്കുന്നതുകൊണ്ടാണ് കുത്തക കമ്പനികൾക്ക് ഏകപക്ഷീയമായി നിരക്ക് വർദ്ധിപ്പിക്കാൻ കഴിയാതെ വരുന്നത്. 1 കോടിയിലധികം ഉപഭോക്താക്കളുടെ പിന്തുണയാണ് കേബിൾ ടി.വി. ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ കരുത്തെന്നും എം.ആർ. രജീഷ് പറഞ്ഞു. ഇത്രയും ഉപഭോക്താക്കൾ 30 ലക്ഷത്തോളം വരുന്ന ഉപഭോക്താക്കൾ കേരള വിഷന്റെ ഉപഭോക്താക്കളായിട്ട് 30 ലക്ഷത്തോളം വീടുകളിൽ നമ്മൾ എത്തിച്ചേരുന്നു. അങ്ങനെ വരുമ്പോൾ നമുക്കൊരു 1 കോടിയിലധികം ഉപഭോക്താക്കൾ നമ്മുടെ കൈവശമുണ്ട്. അപ്പോൾ ആ ഉപഭോക്താക്കൾക്ക് ഏറ്റവും മിതമായ നിരക്കിൽ മറ്റ് കമ്പനികൾ നൽകുന്നതിലും മിതമായി ഈ സംവിധാനം എത്തിക്കുക എന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം രംഗത്തേക്ക് കടന്നു വരികയും അത് പൊതുജനങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കണ്ണൂർ ജില്ല നമ്മൾ ഈ സോളാർ പദ്ധതി ആരംഭിച്ച് ചെറിയ സമയം കൊണ്ട് തന്നെ ഏകദേശം 250-ലേറെ നമുക്ക് വീടുകളിലേക്ക് നമുക്ക് നൽകാൻ സാധിച്ചിട്ടുണ്ട്. കേബിൾ ഇന്റർനെറ്റ് മേഖലയിൽ എന്ന പോലെ സോളാർ മേഖലയിലും ചുരുങ്ങിയ കാലം കൊണ്ട് മികച്ച പ്രവർത്തനം നടത്താൻ സിഒഎക്ക് കീഴിലുള്ള കമ്പനികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ടൂറിസം മേഖലയിലും പ്രവർത്തനം വിപുലീകരിച്ചു. ജനകീയ വിശ്വാസമാണ് സിഒഎ സംരംഭങ്ങൾ വിജയിക്കാൻ കാരണം. ബിസിനസ് എന്നതിനപ്പുറം ഉപഭോക്താക്കളുടെ താൽപര്യം സംരക്ഷിച്ച് മാത്രമേ സിഒഎയുടെ കീഴിലുള്ള സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുകയുള്ളൂവെന്നും ഭാരവാഹികൾ പറഞ്ഞു. സിഒഎ സംസ്ഥാന കമ്മിറ്റി അംഗം പി. ശശികുമാർ, KTS MT KV വിനയ്കുമാർ, കണ്ണൂർ വിഷൻ MT KK പ്രദീപൻ, PDIC MT M വിനീഷ് കുമാർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.